ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോർട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഒരുപാട് സ്പെഷ്യൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു സിമ്പിൾ അടിപൊളി SLTM ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഒരുപാട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിന് മുന്നായിട്ട് ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാൻ. കാരണം ഇതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ട GL ടീംസും കാര്യങ്ങളും അതുപോലെ തന്നെ SL ടീംസും ഒരുപാട് T10ന്റെ ടീംസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്ന ഏപ്രിൽ 18 കൃത്യം 7:30 കേട്ടോ. നമ്മുടെ പഞ്ചാബിൻ്റെ മുല്ലനപ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൽ നമ്മുടെ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സോ അപ്പോൾ ഈ പിച്ചിൽ റീസെൻ്റ് ആയിട്ട് കുറച്ച് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള ഒരു ചെറിയൊരു റെക്കോർഡ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ടാറ്റ IPLൻ്റെ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് തന്നെ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. മാച്ചസ് നമ്മുടെ ഇതാണ്ടല്ലേ പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ നടന്നൊരു മത്സരം തന്നെയായിരുന്നു. ആ ഒരു മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ പഞ്ചാബ് കിങ്സിനായിരുന്നു. പഞ്ചാബ് കിങ്സ് അവിടെ സ്കോർ ചെയ്തത് 147 റൺസിന് 8 വിക്കറ്റാണ്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരൊന്നും അടിച്ചില്ല. മിഡിൽ ഓർഡറിൽ വന്ന കുറച്ച് പേരാണ് അത്യാവശ്യം നല്ല റൺസ് എടുത്തത്. അതുപോലെ തന്നെ വിക്കറ്റ്സ് ടേക്ക് ചെയ്തത് കേശവ് മഹാരാജ് 2 വിക്കറ്റ്, ചഹാൽ 1 വിക്കറ്റ്, അതുപോലെ തന്നെ ആവേശ് ഖാൻ 2 വിക്കറ്റ്, കുൽദീപ് സിംഗ് 1 വിക്കറ്റ്, ട്രെന്റ് ബോൾട്ട് 1 വിക്കറ്റ്. ടോട്ടലി നോക്കുന്ന സമയത്ത് 5 വിക്കറ്റ്, 4 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 3 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പുറത്തോട്ട് ഇന്നിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് കാസിയോ റബാഡ 2 വിക്കറ്റ്, അർഷദീപ് 1 വിക്കറ്റ്, 7, 8, 9, 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും വെറും ഇവിടെ ഒരാളേ ഉള്ളൂ, സ്പിന്നറായിട്ട് ഒരാളല്ലോ. 4 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. ഓവറോൾ നോക്കുന്ന സമയത്ത് സെക്കൻഡ് ഇന്നിങ്സ് ഈസി ആയിട്ട് വിൻ ചെയ്തു നമ്മുടെ രാജസ്ഥാൻ റോയൽസ്. സോ ഇതൊരു ബാറ്റിംഗ് പിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചില മത്സരങ്ങൾ നല്ല സ്കോർ വരാറുണ്ട്, ചില മത്സരങ്ങൾ ലോ സ്കോറേ വരാറുള്ളൂ. തീർച്ചയായിട്ടും ഒരു 150 റൺസ് ഒരു ആവറേജ് സ്കോറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിക്കറ്റ് ടേക്കിങ്ങിൽ നോക്കുമ്പോൾ തന്നെ അവിടെ ഫാസ്റ്റ് ബോളേഴ്സാണ് കൂടുതൽ വിക്കറ്റ്സ് എടുത്തുള്ളത്. പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ ഇന്നത്തെ മാച്ചിൻ്റെ പ്രിവ്യൂസ് നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു പിച്ചാണ്, ബാലൻസ്ഡാണ്. ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ടോട്ടലി ഈക്വൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണിത്. അതുപോലെ തന്നെ അതായത് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഈക്വൽ അഡ്വാൻറ്റേജ് ഉണ്ട്. കഴിഞ്ഞ 3 മത്സരങ്ങളും അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ ഏകദേശം കുറച്ച് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ 33 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ്, 8 വിക്കറ്റാണ് സ്പിന്നേഴ്സ് എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 175 റൺസൊക്കെയാണ് ആവറേജ് സ്കോറായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു 150 അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 172, സെക്കൻഡ് ഇന്നിങ്സ് 170 അതുപോലെ തന്നെ മാച്ചസ് ബോൺ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ട് 30%, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തിട്ടാണ് 70% വിൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു ശതമാനം സെക്കൻഡ് ബാറ്റിംഗ് ആണ് കൂടുതൽ ഇവിടെ വിൻ ചെയ്തിട്ടുള്ളത്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് 178 റൺസാണ് ആവറേജ് സ്കോറായിട്ട്. ഫാസ്റ്റ് ബോളേഴ്സ് 33 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 8 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. വെതർ റിപ്പോർട്ട് നോക്കുമ്പോൾ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻ പോസിബിലിറ്റീസ് 10% ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള പ്രഡിക്റ്റഡ് സ്കോർ നോക്കുന്ന സമയത്ത് പഞ്ചാബ് ബാറ്റിംഗ് ഫസ്റ്റ് ആണെങ്കിൽ പവർ പ്ലെയർ ഒരു 35 to 58 റൺസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ആവറേജ് സ്കോറായിട്ട് 165 to 182 റൺസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മുംബൈ ഇന്ത്യൻസ് ആണെങ്കിൽ 45 to 55 റൺസ് വരെ പവർ പ്ലേയിൽ വരാൻ ചാൻസ് ഉണ്ട്. ആവറേജ് സ്കോർ 166 to 182 നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇതുവരെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ ഏകദേശം 31 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 31 മത്സരങ്ങളിൽ 15 മത്സരങ്ങൾ പഞ്ചാബ് കിങ്സും 16 മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഒരു മത്സരമാണ് കൂടുതൽ മുംബൈ ഇന്ത്യൻസ് വിൻ ചെയ്തിട്ടുള്ളത്. റീസെൻ്റ് ആയിട്ടുള്ള വിന്നിംഗ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചാബ് കിങ്സ് 6 മത്സരത്തിൽ നിന്ന് 2 മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ആണെങ്കിലും കഴിഞ്ഞ 6 മത്സരത്തിൽ നിന്ന് 2 മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളും. പിച്ച് റിപ്പോർട്ടും അതുപോലെ തന്നെ ടീമിൻ്റെ ഹെഡ് റെക്കോർഡ്സൊക്കെ നോക്കുമ്പോൾ ഇനിയും കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലെ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. നമ്മൾ ഡ്രീം ഇലവൻ
പോലെ തന്നെ ഡ്രീം ഇലവനിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 39 രൂപയുടെ വേരിയേഷനാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ GL-ലൊക്കെ നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇതിലും ക്രിയേറ്റ് ചെയ്തിടുക. കാരണം അതിനേക്കാളും കോമ്പറ്റീഷൻ ലെസ് ആയതുകൊണ്ട് ഈസി ടു വിന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഡേവിഡ് വാർണറിനെ പിക്ക് ചെയ്യണം. നമ്മുടെ ഓപ്പോണൻറ്റ് ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിക്ക് ചെയ്ത ഡേവിഡ് വാർണറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ സാധിക്കും. അപ്പോൾ ഒരു പ്ലെയറെ പിക്ക് ചെയ്ത് ഈസി ആയിട്ട് വിന്നാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷൻ ആയിട്ട് ഡ്യൂ ഓപ്ഷൻ. ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷൻ ഇലവൻ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും യൂസ് ചെയ്തിട്ടാണെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം ഞാൻ ഒരേ ഒരു കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡെയിലി 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഗുജറാത്ത് വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുണ്ട് 0 റുപ്പീസിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് 50,000 രൂപയാണ്. പിന്നെ 2,000, 1,000 അങ്ങനെ പോകുന്നുണ്ട്. 50,000 ടോട്ടൽ ഈ വിന്നിംഗ് പ്രൈസ് എമൗണ്ട് എല്ലാം കൂടി കൂട്ടി കൊടുത്താൽ 50,000 രൂപയുണ്ട്. 50,000 രൂപയ്ക്ക് വെറുതെ ഗീവ് കൊടുക്കണം. നിങ്ങൾ 0 റുപ്പീസ് ജോയിൻ ചെയ്യാൻ പൈസയൊന്നും കൊടുക്കണ്ട. ചുമ്മാ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് പോയാൽ മതി. കണ്ടില്ല, ഞാൻ ഇപ്പോൾ ചുമ്മാ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പൈസ കൊടുക്കണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇതാണ്ടില്ല, ഒരു ടീം ക്രിയേറ്റ് ചെയ്തതാ ജോയിൻ കോൺടെസ്റ്റ്. പൈസയൊന്നും ഞാൻ കൊടുത്തില്ല, 0 ആയിരുന്നു. കണ്ടത് ഞാൻ ഈസി ആയിട്ട് ജോയിൻ ആയി. ഇത്രയുള്ള സിമ്പിളായിട്ട് പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. GL-ഒക്കെ നിങ്ങൾ ഡ്രീം ഇലവൻ ട്രൈ ചെയ്തതാണ്, ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ കൂടുതൽ വിന്നിംഗ് പോസിബിലിറ്റീസ് നിങ്ങൾക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചോയ്സ് ഇലവൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഡ്രീം ഇലവനെക്കാട്ടിലും എത്രയോ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇവർ മേടിക്കുന്നത്. അതുകൂടാതെ കോമ്പറ്റീഷനും കുറവാണ്. ഈസി ആയിട്ട് വിന്നാൻ പറ്റുന്നതുകൊണ്ടില്ലേ 39 രൂപയുടെ GL 29 രൂപയ്ക്ക് ജോയിൻ ചെയ്യും. ഫസ്റ്റ് വന്ന് 50,000 രൂപയാണ്, പിന്നെ 20,000 അങ്ങനെയൊക്കെ പോകുന്നത്. ഏകദേശം 40% ആൾക്കാർ വിന്നിങ്ങും ആവണ്, നല്ല എമൗണ്ടും കിട്ടും. ആകെ 20,000 വരെ കളിക്കുന്നുള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ ചോയ്സ് ഇലവനൊക്കെ. ഇതിൽ നമുക്ക് കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മൾ കുബേര ഡ്യൂ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യാം. 5 പ്ലേയേഴ്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളവരെ പിക്ക് ചെയ്ത് ഈസി ആയിട്ട് വിൻ ആവാൻ പറ്റും. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് പ്രോബബിലി പ്ലേയിങ് ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ജോണി ബാരിസ്റ്റോ, അതുപോലെ തന്നെ ടൈഡ്, സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ നമ്മുടെ സാം കറൻ, ലിയാൻ ലിവിൻസ്റ്റൺ, ജിതീഷ് ശർമ്മ, ശശാങ്ക് സിംഗ്, ഹർപ്രീത് ബാർ, അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ, ഹർഷദീപ് സിംഗ്, കാസിയോ റബാഡ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ ശർമ്മ വരാൻ ചാൻസ് ഉണ്ട് ഹർഷദീപ് സിംഗിന് പകരമായിട്ട്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, റൊമാരിയോ ഷിപ്പിയേർഡ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രേയസ് ഗോപാൽ, അതുപോലെ തന്നെ കോട്സ്, ജാസ്പ്രീത് ബുംറ, ആകാശ് മധുവാൾ, അതുപോലെ തന്നെ നുവാൻ തുഷാര. ഇമ്പാക്ട് പ്ലെയറായിട്ട് സൂര്യകുമാർ യാദവ് ചേരാൻ ചാൻസ് ഉണ്ട് ആകാശ് മധുവാളിൻ്റെ സ്ഥാനത്തോട്ട്. കീ പ്ലെയേഴ്സായിട്ട് ആരൊക്കെ നോക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാം കറൻ, ഹർഷദീപ് സിംഗ്, രോഹിത് ശർമ്മ, ജാസ്പ്രീത് ബുംറ, ഇവരൊക്കെ കീ പ്ലെയേഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. തീർച്ചയായിട്ടും 2 ആളെ പിക്ക് ചെയ്യാൻ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹർഷദീപ് സിംഗും രോഹിത് ശർമ്മയും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള പ്ലേയിങ് ഇലവനും അതുപോലെ തന്നെ അവരുടെ മാച്ചും അവരുടെ മോസ്റ്റ് സ്കോറും അവരുടെ ഡ്രീം ടീം പോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ റൺസ് ഉള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ജോണി ബാരിസ്റ്റോ 6 മത്സരം കളിച്ച് 96 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പിന്നെ ടൈഡ് 1 മത്സരം കളിച്ച് 15 റൺസും, സിമ്രാൻ സിംഗ് 6 മത്സരം കളിച്ച് 119 റൺസും, സാം കറൻ 6 മത്സരം കളിച്ച് 8 വിക്കറ്റ് 126 റൺസാണ് എടുത്തിട്ടുള്ളത്. ലിയാൻ ലിവിൻസ്റ്റൺ 4 മത്സരം കളിച്ച് 105 റൺസ് എടുത്തിട്ടുണ്ട്, 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിതീഷ് ശർമ്മ 6 മത്സരം കളിച്ച് 106 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് 6 മത്സരം കളിച്ച് 146 റൺസ് എടുത്തിട്ടുണ്ട്. ഹർപ്രീത് ബാർ 6 മത്സരം കളിച്ച് 4 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ 6 മത്സരം കളിച്ച് 7 വിക്കറ്റും, ഹർഷദീപ് സിംഗ് 6 മത്സരം കളിച്ച് 9 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. കാസിയോ റബാഡ് 6 മത്സരം കളിച്ച് 9 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ 6 മത്സരം കളിച്ച് 261 റൺസും, ഇഷാൻ കിഷൻ 6 മത്സരം കളിച്ച് 181 റൺസും, തിലക് വർമ്മ 6 മത്സരം കളിച്ച് 124 റൺസും, ഹർദിക് പാണ്ഡ്യ 6 മത്സരം കളിച്ച് 131 റൺസും, 3 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ടിം ഡേവിഡ് 6 മത്സരം കളിച്ച് 128 റൺസും, മുഹമ്മദ് നബി 3 മത്സരം കളിച്ച് 4 റൺസും മാത്രമേ എടുത്തുള്ളൂ. റൊമിയോ ഷിപ്പിയേർഡ് 4 മത്സരം കളിച്ച് 55 റൺസും 1 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രേയസ് ഗോപാൽ 2 മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. കോട്സ് 6 മത്സരം കളിച്ച് 9 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ജാസ്പ്രീത് ബുംറ 6 മത്സരം കളിച്ച് 10 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ആകാശ് മധുവാൾ 4 മത്സരം കളിച്ച് 4 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മോസ്റ്റ് റൺ സ്കോറേഴ്സ് നോക്കി കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സിൽ ശിഖർ ധവാൻ 152 റൺസാണ് പഞ്ചാബിന് വേണ്ടി അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് 146 റൺസും, ശ്യാം കറൻ 126 റൺസും പഞ്ചാബ് കിങ്സിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ 261 റൺസ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. ഇഷാൻ കിഷൻ 184 റൺസും തിലക് വർമ്മ 174 റൺസും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് നോക്കിയാൽ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ഹർഷദീപ് സിംഗ് 9 വിക്കറ്റ്സാണ് പഞ്ചാബിന് വേണ്ടി നേടിക്കൊടുത്തുള്ളത്. കാസിയോ റബാഡ 9 വിക്കറ്റും ഹർഷൽ പട്ടേൽ 7 വിക്കറ്റുമാണ് പഞ്ചാബിന് വേണ്ടി നേടിക്കൊടുത്തുള്ളത്. മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ 10 വിക്കറ്റ് നേടിക്കൊണ്ട് ജാസ്പ്രീത് ബുംറയാണ് ഫസ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ കോട്സ് 9 വിക്കറ്റ്, ആകാശ് മധുവാൾ 4 വിക്കറ്റ്സുമാണ് കേട്ടോ. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൽ മോസ്റ്റ് ഫാന്റസി പോയിന്റ്സ് ഉള്ള പ്ലെയേഴ്സിനെയാണ് ഇനി പറയാൻ പോകുന്നത്. സാം കറൻ, കാസിയോ റബാഡ, ശശാങ്ക് സിംഗ്, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാന്റസി പോയിന്റ്സ് ഉള്ളത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മ, ജാസ്പ്രീത് ബുംറ, ഇഷാൻ കിഷൻ ഇവർ 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൽ ജോണി ബാരിസ്റ്റോ കീ പ്ലേയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നു. ജോണി ബാരിസ്റ്റോ, അതുപോലെ തന്നെ ടൈഡ്, അതുപോലെ തന്നെ നമ്മുടെ കാസിയോ റബാഡ, ഇവരൊക്കെ നിങ്ങൾക്ക് കീ പ്ലേയേഴ്സ് ആയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൽ നമ്മുടെ രോഹിത് ശർമ്മ, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ ഇവരൊക്കെയാണ് കീ പ്ലേയേഴ്സ് ആയിട്ട് ട്രൈ ചെയ്യാനുള്ളത്. ഇനി മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബിൽ ക്യാപ്റ്റൻ VC ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ പഞ്ചാബിൽ നോക്കുകയാണെങ്കിൽ ടൈഡിനെ ട്രൈ ചെയ്യാം, സാം കറനെ ട്രൈ ചെയ്യാം, ഹർഷദീപ് സിംഗിനെയും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആണെങ്കിൽ രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ, ജാസ്പ്രീത് ബുംറ ഇവരൊക്കെ നിങ്ങൾക്ക് ക്യാപ്റ്റൻ VC ആയിട്ട് ട്രൈ ചെയ്യാം. ഇന്നത്തെ കുറച്ച് സ്പെഷ്യൽ ടിപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സമയത്ത് നമ്മുടെ പഞ്ചാബ് കിങ്സ് കുറച്ച് മോശം ടീമാണ്. ഐ മീൻ മുംബൈ ഇന്ത്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രോങ്ങർ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് ഡെഫിനറ്റ്ലി ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും ഒരു റിസ്കി പ്ലെയറിനെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വിക്കറ്റ് കീപ്പേഴ്സ് നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ ഏതെങ്കിലും ഒരു വിക്കറ്റ് കീപ്പറിനെ എടുക്കാനായിരിക്കും ഒരു നല്ല ഓപ്ഷനായിട്ട് പറയാനുള്ളത്. ഇവിടെ GT വേഴ്സസ് DC മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് ആണ്, തെറ്റിപ്പോയതാണ്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് പഞ്ചാബ് കിങ്സിന് മുംബൈ ഇന്ത്യൻസിന് ഒരു ക്യാപ്റ്റൻ VC എടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാൻ അതിനകത്ത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട Dream11 ഇതിൽ നാളെ നടക്കാൻ പോകുന്ന മത്സരം എടുക്കാം. പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരം എടുക്കാം. ഇഷാൻ കിഷൻ അതുപോലെ തന്നെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, സാം കറൻ, ഹർദിക് പാണ്ഡ്യ, പിന്നെ അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ, റബാഡ, ഹർഷദീപ് സിംഗ് 4 പേരെ എടുക്കാം. കോട്സിനെ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ലിയാൻ ലിവിങ്സ്റ്റണിനും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജിതീഷ് ശർമ്മ നമുക്ക് ഒരു വിക്കറ്റ് കീപ്പർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചാബ് കിങ്സിൽ സ്ട്രോങ് എത്രത്തോളം ബാറ്റിംഗ് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ നോക്കാം. പഞ്ചാബിൽ കുറച്ച് ബാറ്റിങ്ങിന് വീക്കാണ്. സോ പഞ്ചാബിൽ നിന്ന് ഒരു ബാറ്റ്സ്മാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹർദിക്കോ ആരെങ്കിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ധവാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. തൽക്കാലം നമുക്ക് ശശാങ്ക് സിംഗിനെ ഇൻക്ലൂഡ് ചെയ്യാം, ഒരു റിസ്കി പിക്ക് ഇരുന്നോട്ടെ. ഇതിൽ ക്യാപ്റ്റൻ VC കൊടുക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാം കറൻ നല്ലൊരു ഓപ്ഷനാണ്. വൈസ് ക്യാപ്റ്റൻസി നമ്മുടെ രോഹിത് ശർമ്മയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇഷാൻ കിഷനാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ടീം നോക്കാം: ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ശശാങ്ക് സിംഗ്, അതുപോലെ തന്നെ ലിയാൻ ലിവിങ്സ്റ്റൺ, ഹർദിക് പാണ്ഡ്യ, സാം കറൻ, ജാസ്പ്രീത് ബുംറ, കാസിയോ റബാഡ, ഹർഷദീപ് സിംഗ്, കോട്സ് ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.